അരിങ്കാവിൽ നിന്ന് പെരുമ്പാവൂരിലോട്ട് പോകുന്ന തടിവണ്ടിയിലാണ് നമ്മുടെ യാത്ര. അപ്പൊ ഞാൻ പോകുന്ന വണ്ടി ഈ കാണുന്ന ശ്രേയസാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തടിവണ്ടിയിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തടിവണ്ടിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം മണികണ്ഠനെയും കൊണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോയിരുന്നു. കൊടിയേറിയിട്ട് തിരിച്ച് ഇന്ന് രാവിലെ നമ്മൾ പുനലൂർ വഴി തിരിച്ചു പോകുന്ന വഴിക്ക് തൂക്കുപാലത്തിൻ്റെ അവിടെ നിർത്തി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൂക്കുപാലത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രേയസ് എന്ന് പറയുന്ന ഒരു വണ്ടി നമ്മൾ ആ സമയത്ത് തന്നെ ക്രോസ് ചെയ്ത് മുന്നോട്ട് വരികയായിരുന്നു. അപ്പം തന്നെ തടിവണ്ടിയുടെ പുറകെ പോയിട്ട് കുറച്ചപ്പുറത്ത് വെച്ച് നമ്മൾ കണ്ട് സംസാരിച്ചു. എന്നെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണോ, കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ തയ്യാറാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആര്യങ്കാവിൽ എത്തി നിൽക്കുന്നത്. ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഇപ്പോഴാണെങ്കിലും നമുക്ക് വീഡിയോ ഒന്നേന്ന് അവിടെ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. തടിച്ചോടല്ലേ? അനീഷ. ഞാൻ കൂടെ ആയിട്ടാ കൂടാ ഒരു ദിവസം. അല്ല ഇപ്പൊ ആയിട്ടാ 8 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തണം. റോഡ് നല്ല ബ്ലോക്ക് ഉള്ള റോഡാണ്. അല്ല, റോഡിന് വീതി കുറവാണ്. ഹൈവേ ആണ്, റോഡിന് വീതി കുറവായിട്ട്. ഇതിപ്പോ എവിടെ നിന്ന് എങ്ങോട്ടാ പോണേ നമ്മളിപ്പോ? ഇതിപ്പോ കൊല്ലൂരിന്ന് ആര്യങ്കാവിൽ പോകും. അടി റബ്ബർ തടി പെരുമ്പാവൂരേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു പ്ലാന്റേഷൻ മുറിക്കും. ഓട്ടോ ഇച്ചിരി കുറവാ. അങ്ങനെ വിളിച്ച് ചോദിച്ചൊക്കെ നമ്മൾ കിട്ടിയതാ. പരിചയപ്പെടുത്തി. പേര്? എന്റെ പേര് സന്തോഷ്. ഇവിടെ പുനലൂരല്ലേ? കൊല്ലൂരിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം വിളക്കുടി എന്ന് പറയും. കൊല്ലൂര് തന്നെ. സ്ഥിരം ഈ ഓട്ടം തന്നെയാണ്? തടിയോട്ടം ഇപ്പം സ്ഥിരം. മലയോര പ്രദേശമാണല്ലോ മൊത്തം. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് കൊല്ലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടുതൽ. പാലക്കാടും കൊല്ലൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള സ്ഥലം. ശരിക്കും ഈ മല, ഇത്രയും മലയും മഞ്ഞും ഒക്കെ രാവിലെ നല്ല കാഴ്ചയാണല്ലോ. അവിടെ ഇന്നലെ മഴയൊക്കെ പെയ്തു. ഇപ്പൊ മഴയായോണ്ട് ചിലപ്പോ രാവിലെയൊക്കെ ഈ ഓണമഞ്ഞെന്ന് പറയും. അതെ, ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് വൈകിട്ട് മഴയുണ്ട്. അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം പാറ ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ചെറിയ വഴിയും കൂടെയാണ്. ചെറിയ വഴിയാണ്, റോഡിന് വീതിയില്ല. ഇവിടെ ഇതുവഴി നൈറ്റ് സർവീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള? മദ്രാസ് ആണ് തോന്നുന്നു. കൊല്ലം, കൊട്ടാരക്കര അതുവഴി. ഓക്കെ. പിന്നെ കൊല്ലൂര് കഴിഞ്ഞാ പിന്നെ അടുത്ത പമ്പ്, ലാസ്റ്റ് പമ്പായത്. ഇനി അങ്ങോട്ട് വേറെ പമ്പില്ല. എത്ര ദൂരം? ഇത് തമിഴ്നാട്ടിലേ ഉള്ളു പമ്പ്, കേരളത്തിൽ പമ്പില്ല. ഈ സ്ഥലത്തിന്റെ പേര് ഉറുവുന്ന. അതാ വണ്ടി ആ ഹോസ്റ്റലിൽ ഇരിക്കുക കിടക്കുക. വേറെ വണ്ടി അതാ തട്ടിയത്. തട്ടി വേറെ വണ്ടി തട്ടി. ഈ റോഡിൽ പരസ്പരം ഒരു സ്നേഹവും ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ അത് ലൈറ്ററും ഒക്കെ ചൂടായി ചവിട്ടിയായി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് മാക്സിമം അങ്ങോട്ട് പോകണമെങ്കിൽ ഒതുക്കി കൊടുക്കണം. അത് പറഞ്ഞ ലോഡും വണ്ടിയാ. അത് ലോഡും വണ്ടിയാ. അത് ഇറങ്ങി വരുവാണ്. ചവിട്ടിയാ നിന്നാ നിന്ന്. ബ്രേക്ക് കാണും, ഒരു ഉറപ്പുണ്ടല്ലോ. ഉണ്ട്. നമ്മളൊന്ന് കരുതി ഒന്ന് നിൽക്കുന്നത് നല്ലതാണ്. അതെ. ഇത് കല്ലട ഇറിഗേഷൻ വകുപ്പിന്റെ കനാലാണ്. ഇടതുകരയുണ്ട്, വലതുകരയുണ്ട്. ഇടതുകരയാണ് കരവാളൂര് വഴി ഇങ്ങനെ നമ്മുടെ വാളകമല്ല കരിക്കം അതിലേക്കൂടെ കയറി ഇങ്ങനെ അങ്ങ് പിന്നെ കുണ്ട്ര ഭാഗത്ത് കോടയൊക്കെ രക്ഷയില്ല. റോട്ടിലോട്ട് കയറി വന്നേക്കല്ലേ. തെന്മല കഴിഞ്ഞിട്ടാണെങ്കിലേ ചിലപ്പോ മഞ്ഞ് പിന്നെയും കൂടും. അയ്യോ വരുന്നു. ഇനി എങ്ങോട്ട് പോവും നമ്മള്? പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അപകടം ഏത് നിമിഷവും സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി കാര്യം. വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. റോഡുകള് വലുതായിട്ടുമില്ല. കേരളത്തില് വികസനം കുറവാണ്. ആദ്യം വഴി താഴെ കൂടെ ആയിരുന്നു. ഈ കനാല് വന്ന കണ്ടപ്പം റോഡ് ഇതിലേക്കൂടെ ഇങ്ങനെ
നേരത്തെയൊക്കെ ഇവിടെ റോഡിന് നല്ല വീതി ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ വാഹനങ്ങൾ ഒതുക്കിയിട്ട് ലോറികളൊക്കെ ഒതുക്കിയിട്ട് ഇവരെല്ലാരും താഴെ പോയി കുളിക്കുകയും ഇവിടൊക്കെ ആയിരുന്നു പ്രശ്നമാവും. കല്ലടയിലല്ലേ, കല്ലട ആറല്ലേ? അത് തെമ്മല മാൻപാർക്കായിരുന്നു. അതിലെ മാനുകളെല്ലാം കുറച്ച് ചാവുകയും കുറച്ച് ചാടി പോവുകയൊക്കെ ചെയ്തു. റോഡ് ക്ലോസ് ആയി. റോഡ് പണിയാ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് പോകും. ഡാം വഴിയാ പോകുന്നത്. ഡാം വഴി. ഓക്കെ ഓക്കെ. തെമ്മല ഡാം വഴി ഇടത്തോട്ടല്ലേ? ഇതെന്തോ കുഴപ്പം പറ്റി കിടക്കുക. ഇറക്കിറങ്ങി വരുമ്പോഴാണ് കൂടുതലും അല്ലേ വിഷയം വരുന്നത്. ഇതും കുഴപ്പമാണ്, കയറി പോയതാണല്ലേ. ഏറ്റവും കൂടുതൽ അപകടം ചാൻസ് ഉള്ള ഒരു വഴിയും കൂടെയാണല്ലേ. താഴോട്ട് ഇറങ്ങാൻ നിൽക്കുന്നു, മുകളിലോട്ട് കയറാൻ നിൽക്കുന്നു. ഇത് വഴി കിടക്കുന്നതാണ്. അതാ അല്ലല്ലോ അല്ലല്ലോ. രണ്ടുപേരും നേരത്തെ നേരെ നിൽക്കുവോ? സത്യത്തിൽ എങ്ങനെ ബ്ലോക്ക് മാറും? ആ വണ്ടി അതേ പുറകോട്ട് എടുക്കണം. അത് ഇത് ഇവിടെ ചവിട്ടി നിർത്തിയാൽ മതിയായിരുന്നു. അവൻ ചവിട്ടി നിർത്തിയില്ല. ഒരാള് മാറ്റി കൊടുത്താലേ കയറി പോകാൻ പറ്റൂ. രണ്ടും ഒരു വളവല്ലേ, എയർപിൻ വളവാണ്. ഇത് വാശിക്ക് പുറത്ത് രണ്ടും അങ്ങാട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതാണ്. എന്തായാലും പോകാനുള്ള വഴി കിട്ടി. അവരങ്ങനെ മുഖത്തോട് മുഖം നിൽക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും ബ്ലോക്ക് ഉണ്ടായി. അത് കണക്കിന് താഴോട്ട് ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. നമുക്ക് പോവാം. ഏതെങ്കിലും ഒരു വണ്ടി അവിടെ ചവിട്ടി നിർത്തിയാൽ മതിയായിരുന്നു. അവരാരും കേട്ടില്ല. ഒരു വണ്ടി സംഭവം ഇവിടെ ആക്സിഡന്റ് ആയി നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഏകദേശം 100 പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നിട്ട് അവരൊന്ന് ഇച്ചിരി പുറകോട്ടൊന്ന് എടുത്താൽ മതി. ഒന്നാമത് റോഡിന് അവിടെ വീതി കുറവുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഡ്രൈവർമാർ ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേ മതി. അതെ, ഏതെങ്കിലും ഒരു വണ്ടിക്കാരെ ഇച്ചിരി വിട്ടുവീഴ്ച കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയും ബ്ലോക്ക് അവിടെ ഉണ്ടാവും. നമ്മൾ ഈ യാത്ര മധ്യ കണ്ടുപിട്ടുന്ന പലരും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ഇനി കാണാൻ ചാൻസ് ഇല്ലാത്തവരുമായിരിക്കാം. അവർ തമ്മിൽ ഇങ്ങനെ കൊമ്പുപുറത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ലേ, വാശി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഈ റോഡുകളിൽ, ചെറിയ റോഡുകളിൽ നമ്മൾ ഡ്രൈവർമാരാണ്. റോഡ് അറിഞ്ഞും വഴി അറിഞ്ഞും അല്ലേ, നാടറിഞ്ഞും ഒക്കെ വണ്ടി ഓട്ടിക്കേണ്ട ആൾക്കാരാണ്. വല്ല സൂപ്പർ ഫാസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്, അവിടെ പോയി നിക്കത്തേ ഉള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ഇനി ഓർഡിനറി ആവും. ഇനി ഇങ്ങനെ ലേറ്റായി പോകുന്ന വണ്ടികളൊക്കെ ഈ വളവും പിന്നെ എതിരെ വരുന്ന വണ്ടികളൊന്നും നോക്കത്തൊന്നുമില്ല, അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. കിട്ടുന്ന ഇതില് ഗ്യാപ്പിൽ കുത്തി കയറ്റാം. അപ്പൊ കൂടുതൽ ബ്ലോക്ക് ആവും. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ തൂണാണ് ഇത്. പൊളിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. എന്തിനാ പൊളിക്കാൻ നോക്കിയേ? ഇത് ഇപ്പൊ ഈ മീറ്റർ ഗേജ് ട്രെയിൻ ഇതിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്, അത് ബ്രോഡ് ഗേജ് ആക്കി. ബ്രോഡ് ഗേജ് ആക്കിയപ്പോ ഇത് അന്ന് വെച്ച കരിങ്കല്ലിന്റെ വെച്ച് ഉണ്ടാക്കിയ, കരിങ്കല്ല് സുർക്ക മിശ്രിതവും കൂടെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ കൽത്തൂണായിരുന്നു. അത്
പൊളിക്കാൻ നോക്കിയപ്പോ നാട്ടുകാരെല്ലാം കൂടെ എതിർത്തു. പിന്നെ അത് പൊളിക്കാൻ നോക്കിയിട്ടും നടന്നില്ല, അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഇനി ഇനി പുതിയതുണ്ടാക്കി അതിന്റെ പുറത്ത് വെച്ച് അവര് വേറെ കല്ല് പകി ചേർത്ത് കെട്ടിയെടുത്തല്ലേ. രാവിലെ ഇതുവഴി ഒരുപാട് പച്ചക്കറി വണ്ടികൾ പോകുമല്ലേ? ആ, പച്ചക്കറി വണ്ടി രാത്രി ഒരു 12 മണി മുതല് പച്ചക്കറി വണ്ടികളുടെ വേണോ. ഓഫ് റോഡ് ആണല്ലേ? ഈ സൈറ്റിലോട്ടുള്ള വഴിയാണ്. മുമ്പ് ഇവിടെ ഈ സൈറ്റിൽ വന്നിട്ടുണ്ടോ? മുമ്പ് വന്ന് റോഡ് എടുത്തിട്ടുള്ളൂ. അത് താഴത്തെ വഴിയായിരുന്നു. അന്ന് വൈകുന്നേരം മഴ പെയ്തപ്പോഴത്തേക്ക് അന്ന് അവിടെ കിടന്നുപോയി. പിന്നെ പിറ്റേന്നാണ് വണ്ടി ഇറക്കിയത്. അപ്പൊ മഴ പെയ്താ നമുക്ക് ഈ ഒരു വഴി ഭയങ്കര പ്രശ്നമല്ലേ, പ്രത്യേകിച്ച് ലോഡ് വിട്ട് തിരിച്ചു വരുമ്പോ ഇറങ്ങുന്ന കാര്യം വലിയ പാടാണ്. നമുക്കിന്ന് റബ്ബറും തടിയാണ് കയറ്റാനുള്ളതല്ലേ? ഒരു കുത്തി കയറ്റം നമുക്ക് താഴെ കൂടെ മേളിൽ കൂടെ താഴേക്കടോ മേലേക്കടോ? താഴെ കൂടെ. ഇത് റബ്ബർ പാലിന്റെ കളക്ഷൻ പറയല്ലയോ? ഇതാണ് ഈ പൊരയാണോ? ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഓരോരുത്തർക്ക് ഇത്ര 250 മരം വെച്ച് വെട്ടി കൊടുത്തിരിക്കുക. അവര് പാലൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇവിടുന്ന് ഇവരെ തന്നെ ടാക്സ് വരും, ടാങ്കർ അത് ശേഖരിച്ച് അവരെ ഫാക്ടറി കൊടുക്കും. ഓഫ് റോഡ് ശരിക്കും ഇതൊക്കെയാണ് ഓഫ് റോഡ് അല്ലേ? ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ ഇതിനപ്പുറത്താണ്, ചിലയിടത്തൊക്കെ ചെല്ലുമ്പോ അപ്പുറത്തെ കാണുന്നില്ല. നമുക്ക് ഇട സൈഡെന്ന് വെച്ചാൽ കഷ്ടിച്ച് ഒരു വണ്ടി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ താഴ്ചയാണ് അല്ലേ? അണ്ണാ ഞാൻ പേരെന്താ? സ്ഥലം ഇവിടെ തന്നെ. ഇങ്ങോട്ട് റിവേഴ്സ് ആണോ? നമ്മളങ്ങനെ സൈഡിലെത്തി ലോഡ് കയറ്റാനായിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് പിടിക്കുകയാണ്. ലോഡിങ് തൊഴിലാളികൾ ഒരു 9-10 പേരുണ്ട്. നമ്മുടെ വണ്ടിയിൽ ആദ്യത്തെ തടി കയറ്റുവാണേ. നമ്മുടെ വണ്ടിക്ക് തൊഴിലാളികൾ 10ഓളം പേരുണ്ട്. അത് കണക്ക് ഇവിടെ വേറെ വണ്ടി കിടപ്പുണ്ട്, അതിലൊക്കെ അതനുസരിച്ച് മറ്റു തൊഴിലാളികൾ ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് എങ്ങനെ ഒരു ഫുൾ ലോഡ് റേറ്റ് ദിവസക്കൂലി? ഒരു ടെന്നിന് 900 നമ്മൾ എത്ര ടെന്ന് കിട്ടുന്നു അതിനനുസരിച്ച് പൈസ. അവിടെ അങ്ങനെ വരത്തില്ല. തള്ളു വരണം, അങ്ങോട്ട് പോലെ സന്തോഷം. നമ്മൾ ആ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ്. 9 വർഷം കൊണ്ട് പിന്നെ ആവണിച്ചത്ത് റഫീഖിന്റെ വണ്ടിക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി അവര് പെട്ടെന്ന് കൊടുത്ത് വേറെ ഇനി ഡ്രൈവർമാരെ ഒന്നും കൂട്ടണ്ടാണ്ട, നമുക്ക് ഉള്ള വണ്ടി ഇത് മതി, ഓട്ടോ ഒക്കെ ഇച്ചിരി കുറഞ്ഞു വരുവാണ്, അതുകൊണ്ട് മറ്റേ വണ്ടിക്കകത്ത് ഓടിക്കൊള്ളാൻ പറഞ്ഞു. അത് ഓടിയിട്ട് ഒരു സുഖം വരുന്നില്ല. കുറെ നാളുകൊണ്ട് മറ്റേ വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ ഉള്ള അതേപോലെ ഒരു വണ്ടിക്കകത്ത് ഓടിയിട്ട് ഒരു സുഖം വരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു റഫീഖെ ഞാൻ ഇനി വരുന്നില്ല. അപ്പൊ മറ്റേ വണ്ടി വെള്ളറങ്ങട കുലശേഖരം പാർട്ടിക്ക് വിറ്റുപോയി. അങ്ങനെ ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാശിക്ക് നമ്മുടെ പാലോടുള്ള കൂട്ടുകാരത്ത് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഒരു വണ്ടി കിടപ്പുണ്ട്, വന്ന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പൈസ ഒന്നും കൊടുക്കാതെ ആദ്യം തന്ന വണ്ടിയാ, പിന്നെ പൈസയൊക്കെ കൊടുത്തു. കുറച്ച് ദിവസം ഓടി അതിന്റെ ഏർപ്പാടൊക്കെ തീർത്തു. 2019 വണ്ടിയാണ്. പിന്നെ BS4 ആണ്. ലൈലാൻഡ് 16-18 ആണ്. തടി ഓട്ടത്തിനാണ് കൂടുതലും വണ്ടി ഇറക്കുന്നത്. ഭയങ്കര ഡേഞ്ചറായ വഴികളാണ്, മഴയായ കൈ നിൽക്കാത്ത വഴികളാണ്. ശരിയാണ്. ഇതിനൊക്കെ കൂടുതലും കൂപ്പോട്ടത്തിന് കൂടുതലും ഈ 6 വണ്ടികളാണ് നല്ലത്. പിന്നെ റേഡിയോ ടയർ ആയതുകൊണ്ട് ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. പണ്ടത്തെ കൂട്ടി ഇപ്പൊ SC വണ്ടികൾ ഇറങ്ങുന്നില്ല. SC വണ്ടികളാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു മാറ്റങ്ങളുണ്ടായിരുന്നു.
ഓക്കെ. അണ്ണന് ലൈലാൻഡാണ് ഇഷ്ടം? ലൈലാൻഡാ ഇപ്പം നല്ലത്. നമ്മുടെ ഓട്ടത്തിൽ നല്ല ലൈലാൻഡാണ് ഇപ്പോൾ മികച്ചു നിൽക്കുന്നത് ലൈലാൻഡാണ്. ഓക്കെ. എസ് സി ആയിരുന്നു ആദ്യം നല്ലത്, ടാറ്റ എസ് സി ആയിരുന്നു നല്ലത്. അതെ. അതിപ്പോ എസ് സി ഇറങ്ങുന്നില്ലല്ലോ. എസ് സി ഇറങ്ങുന്നില്ല. എസ് സി ഉണ്ടായിരുന്നു, എസ് സി ഒത്തിരി നാൾ ഓടിയതാ. എസ് സി ആ സമയത്തൊക്കെ എസ് സി ആയിരുന്നു. അന്നത്തെ ലൈലാൻഡ് ഒന്നും ഭരിക്കത്തില്ലായിരുന്നു. പിന്നെ ലൈലാൻഡ് 2017 മുതൽ ഇറങ്ങുന്ന 16 ലാസ്റ്റ് മുതൽ ഇറങ്ങുന്ന വണ്ടികളൊക്കെ നല്ല കിടുക്കം വരും. തടിയോട്ടത്തിന് മാത്രം ഇറക്കിയ വണ്ടി. അണ്ണൻ പിന്നെ KSRTC ഡ്രൈവറായിട്ട് KSRTC പൊല്ലൂർ ഡിപ്പോയിൽ കുറച്ച് ആളുണ്ടായിരുന്നു. 2003 ലാസ്റ്റ് മുതൽ പൊല്ലൂർ ഡിപ്പോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര നാളായാണ് ഈ യാത്ര ഡ്രൈവറായിട്ട്? 2000 ഹെവി എടുക്കാൻ വേണ്ടി പുല്ല് വന്നത്. കോഴിക്കോട് ഒരു ക്രഷറിനകത്ത് മെറ്റിൽ നിരത്തി കൊടുക്കുമായിരുന്നു പണി. അങ്ങനെ അവിടുന്ന് ഹെവി ലൈസൻസ് എടുക്കാൻ വേണ്ടി പുല്ല് വന്നപ്പോഴാണ് നമ്മുടെ ഒരു ഇതുപോലെ വണ്ടിയുണ്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യമേ മാമ്പഴത്തറ തടിയോട്ടത്തിന് വന്നതാണ്. പിന്നെ അങ്ങ് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കൂടുതലും തടിയോട്ടത്തിൽ തന്നെയാണ് കൂടുതലും. സന്തോഷമല്ലേ? നമ്മള് തടി എന്ന് പറയുമ്പോൾ എപ്പോഴും റബ്ബർ തടി തന്നെയാണോ എടുക്കുന്നത്? റബ്ബർ തടിയാണ് കൂടുതൽ. റബ്ബർ കൊണ്ട് പിന്നെ ഈ ആഞ്ഞിലി ഇതിന്റെ കട്ടൺസ് പാഴ് തടികളായിട്ടുള്ള തടികളുണ്ട്. അതെല്ലാം ഈ കുടിയുടെ ഒക്കെ ഉള്ള ലോഡുകളാണ്. ഇത് നമുക്ക് പ്ലൈവുഡിന്റെ ആവശ്യത്തിനല്ലേ കൊണ്ടുപോകും? ഇതെല്ലാം പ്ലൈവുഡ് ആവശ്യം, എല്ലാം പ്ലൈവുഡ് ആവശ്യം. എല്ലാം പ്ലൈവുഡ് തന്നെയാണ്. നമ്മളിത് ഒന്നാമത്തെ തടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ നീളം കറക്റ്റ് നോക്കും. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ നീളം, എന്നാലേ ഇതിന്റെ വണ്ടിയുടെ ബാലൻസ് ഒരു ക്ലിയർ. ഓക്കെ. നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ റോഡിന്റെ ചരിവിനനുസരിച്ച് എല്ലായിടത്തും ഒന്നും ഇറക്കാനൊന്നും പറ്റില്ല. ഇതാകുമ്പോ വെട്ടി അപ്പം തന്നെ കയറ്റണല്ലേ? ഇത് വെട്ടി മുറിച്ച് അന്നേരം തന്നെ കയറ്റുക. ഇത് പെരുമ്പാവൂര് പ്ലൈവുഡ് കമ്പനിക്കാണ് കൂടുതലും പോകുന്നത്. ഇവിടെ നല്ല തോട്ടങ്ങൾ ഒക്കെ മുറിച്ചുകൊണ്ട് റബ്ബർ തടി കൂടുതലും അങ്ങോട്ട് തന്നെ. ശരിക്കും നല്ല കഷ്ടപ്പെട്ടുള്ള പണിയാണ്. കഷ്ടപ്പാട് തന്നെ. ഈ ലോഡിങ്ങാർക്കായാലും വണ്ടിക്കാർക്കായാലും എല്ലാം. അതെ. നമ്മളിനി കയറുമ്പോഴാണ് നമ്മുടെ കഷ്ടപ്പാട് തുടങ്ങുന്നത്. മഴയൊക്കെ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തായാലും നല്ല വെയിലുണ്ട് ഇപ്പൊ. വൈകുന്നേരം ഉച്ച കഴിയുമ്പോഴത്തേക്ക് കാലാവസ്ഥ മാറുമല്ലേ? ഇപ്പൊ മഴയുടെ സീസണായി വരുവാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ വേനൽ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ്. നല്ലോണം പെയ്തു. പത്തനംതിട്ട ഭാഗത്ത് മലയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും നല്ലപോലെ മഴ പെയ്തു. ഓക്കെ. നല്ല ചൂട് തന്നില്ലേ? അതെ. തക്കാളി കറിയല്ലേ വേണം. ചൂടുണ്ട്, പിടിക്കാൻ പറ്റുന്നില്ല. ഉപ്പ് അവിടെ ഓക്കെ. അമ്പാടോ കുറച്ച് തട്ട. അപ്പൊ നമുക്ക് ഇന്നത്തെ കഞ്ഞി എന്ന് പറയുന്ന കഴിക്കാന്ന് പറയുന്ന കഞ്ഞി, അച്ചാറും പിന്നെ ഒരു തക്കാളിക്കറി. നല്ല ചൂട്. ചിലപ്പോ കഞ്ഞി വരും, ചിലപ്പോ പഴങ്കഞ്ഞി വരും. പഴങ്കഞ്ഞി ആയിരുന്നേ പൊളിച്ചനെ. ചിലപ്പോ ചോറാവും. ഇവിടെ തൊഴിലാളിക്കും മുതലാളിക്കും എല്ലാം കഞ്ഞി തന്നെ. സമത്വമുള്ള നാട്, അല്ല സമത്വമുള്ള ജോലി. മുതലാളിയല്ല, ഈ പണി കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണോ? ഞാൻ പേടിച്ചോ. തടി മുകളിലോട്ട് വലിച്ചു കയറ്റുന്ന പേടിയോ? ഇറങ്ങി. ഓക്കെ. എന്റെ പേര് കണ്ണൻ. അളിയന്റെ ഒരു ഫോളോവേഴ്സ് കേട്ടോ. അളിയൻ ലോറിയിൽ പോകുന്നില്ലേ? അളിയന്റെ ഒരു ഫോളോവേഴ്സ് കേട്ടോ. സന്തോഷം സന്തോഷം. അളിയനെ അവതാർ വണ്ടി, അവതാറല്ല മറ്റേ ടാങ്ക് ലോറിക്കൊക്കെ ട്രിപ്പ് പോയിട്ട് ഇല്ലേ? അളിയന്റെ ഒരു ഫോളോവേഴ്സാ. ബായേ, നമ്മുടെ ചങ്ക കേട്ടോ. എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖം തന്നെ. എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോണു? അളിയാ ഇത് തന്നെ ജോലി. ഞാൻ നേരത്തെ പേടിച്ചു കേട്ടോ. പോക്ക് കേട്ടോ. എന്താ പേടിക്കാനാ? കഷ്ടപ്പാടുണ്ടാന്ന് ചോദിക്കുന്നില്ല, കഷ്ടപ്പാടാണ് എന്നാലും ചോദിക്കണം. എങ്ങനെയുണ്ട്? സന്തോഷമായിട്ടുള്ള പണിയാളിയാ.
ഓക്കെ. അതിനകത്ത് കെട്ടിവിട്ടാറ്. നിക്സൺ. സ്ഥലം പെരുമാവൂർ അയ്യമ്പുഴാന്ന് പറയും. ഓക്കെ മഞ്ഞപ്പുറ അയ്യമ്പുഴ. ഓക്കെ. അപ്പൊ നമ്മളെ ഇവിടെ എങ്ങനെ എത്തി? ഇവിടെ വർക്ക് വന്നപ്പോ ഇവിടെ ഒന്ന് വർക്ക് എടുത്ത് ചേട്ടൻ്റെ വർക്കാണ്. വർക്കാണ്. ഓക്കെ. ഇവിടെ ഒരു 2 എക്സ്കവേറ്റർ കിടപ്പുണ്ട് കേട്ടോ. ഒന്ന് കൊമസ്ത് എന്ന് പറയുന്ന മോഡലും രണ്ടാമത്തേതെന്ന് പറയുന്നത് ബോബ് കാറ്റ് എന്ന് പറഞ്ഞ മോഡലും. ഇത് കുടിവെള്ളമാണോ? കുടിവെള്ളമാണോ? അപ്പം ഇനിയും കൂടെ കുറച്ച് കാണാം. ഇത് ഞാനും അടപ്പെടുത്തു. ചാറ് തീർന്ന്. നമുക്ക് ഫുഡ് എങ്ങനെയാണ് ഇവിടെ നിന്ന് തന്നെ? ആരാണ് കൊണ്ടുവന്നത്? അതായത് നമുക്ക് കമ്പനി ഫുഡ് തന്നെ? കമ്പനി ഫുഡ് അവിടെ താഴെ വെക്കുന്നുണ്ട്, ഉള്ള സൗകര്യത്തിൽ വെക്കുന്നുണ്ട്. നമ്മുടെ സൈറ്റിൽ എത്ര പേരുണ്ട് മൊത്തം? 30-35 പേരോളം. അപ്പോൾ അതൊരു സഹായം തന്നെയല്ലേ? കാരണം റോഡൊക്കെ അങ്ങ് കിടക്കുകയല്ലേ ഏകദേശം. സൗകര്യം നോക്കിയില്ലേ ഇത് വെക്കാം. അതെ. വെള്ളം അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇട്ട് വേവിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. പകുതി കൂടുതൽ ലോഡ് ഒരു ലോറിയിൽ കയറി കഴിഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല പൊരിവെയിലാണ്. എല്ലാവർക്കും നല്ല തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ട്. അണ്ണൻ പറഞ്ഞ പോലെ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥ മാറിയല്ലോ. മഴയുടെ കോള് ഇടിയൊക്കെ ഇവിടെ എങ്ങനെയാണ് സ്ഥിരം? ഇവിടെ മിക്കവാറൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥ വല്ല മാറ്റം തന്നെ. എങ്ങനെ വെയിലടിച്ച സ്ഥലമല്ലേ, നിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കിടന്നേ. ഇപ്പൊ തണുപ്പൊക്കെ വന്നു തുടങ്ങി. മഴ പെയ്യുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയാൽ രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും നമുക്ക്. നല്ല ഇടി വെട്ടുന്നുണ്ട്. കാലാവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോഡ് ഏകദേശം കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഹാർഡ് വർക്കായിട്ടുള്ള ഒരു ജോലിയിലൊന്നാണ് ഈ തടിപ്പണി, തടി ലോഡിങ്. ഈ തടി വണ്ടിയും കൊണ്ട് ഈ റോഡ് പോലും ഇല്ലാത്ത ഈ കുന്നും മലയൊക്കെ വണ്ടി ഓട്ടിച്ച് പോവുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം. മഴ ഉറച്ചു കഴിഞ്ഞാൽ മണ്ണ് മോശമാവും. മണ്ണ് മോശമായാൽ നമുക്ക് ഈ ലോഡും കൊണ്ട് പുറത്തോട്ട് പോകാൻ വലിയ പാടായിരിക്കും. രണ്ട് വണ്ടിയും റെഡി ആയിട്ടുണ്ട്. അവസാന നിമിഷം വീഡിയോ ഒട്ടും നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം അറിയാലോ, മഴ പെയ്തു കൊണ്ട് ഓടുകയായിരുന്നു. ലോഡ് എങ്ങനെയെങ്കിലും താഴെ നല്ല ഉറപ്പുള്ള മണ്ണിൽ എത്തിക്കണം എന്നുള്ള ചിന്തയിൽ വണ്ടി ഓടുകയായിരുന്നു, നമ്മൾ ഓടുകയായിരുന്നു. കാരണം അറിയാലോ, മഴ പെയ്തു കഴിഞ്ഞാൽ ഇളവിയ മണ്ണാണ്. വണ്ടി താന്നു പോവാം, കുടുങ്ങിപ്പോവാം. പിന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ഇന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ വണ്ടി വല്ലതും വിളിച്ച് മാത്രമേ കയറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് മാക്സിമം ഞാൻ കൊണ്ട് ഓടുന്ന രീതിയിൽ എടുത്തു, ഓടിക്കൊണ്ട് തന്നെ എടുത്തു. എന്നാലും ആ ഒരു ഭംഗിയും കാണാൻ, തടി വണ്ടി ലോഡും കൊണ്ട് മല ഇറങ്ങി വരുന്നത് ഒരു ഭംഗിയാണ്. ആ ഒരു കാഴ്ച എനിക്ക് എന്തായാലും നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റിയില്ല. ഇതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാലും പറ്റുന്ന രീതിക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഉറപ്പായിട്ടും നല്ല രീതിക്ക് വീണ്ടും ചെയ്യാം. വണ്ടിക്ക് ഒരു ആപത്തും ഇല്ലാതെ എന്തായാലും മഴ സമയത്ത് മലമുകളിൽ നിന്ന് റോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അത് തന്നെ വലിയ സന്തോഷം. അതാണ് ഏറ്റവും വലുത്. വീഡിയോ ഒക്കെ പിന്നെ. എൻ്റെ പേര് ശ്രീകുമാർ. ആര്യങ്കാവ്. അണ്ണേ സുധൻ ആര്യങ്കാവ്. കൺവീനറാ. ദിവസം ഇവിടെ വർക്കുണ്ടാവും. ഇതെല്ലാം നമ്മളെ പണി. അടുത്ത വർഷം മുറിക്കാനുള്ളതായി. അങ്ങനെ നമ്മൾ അവസാനം റോഡിലെത്തി. ഇവിടെ ഇട്ട് ബാക്കി കെട്ടും. അയ്യോ, മഴ കുറച്ചെങ്കിലും മഴയ്ക്കുമ്പോൾ തന്നെ നമ്മൾ റോഡ് പിടിച്ച്
ഏകദേശം 1.5 കിലോമീറ്ററോളം ആ ഒരു മല ഇറങ്ങിയാണ് നമ്മൾ റോഡിലോട്ട് എത്തിയത്. ലോഡിങ് തൊഴിലാളികളും ഇത് കണക്ക് ബാക്കിൽ നിന്ന് ഓടി വരുന്നത് കാണാം. വണ്ടി പോകണം നോക്കണം, സൈഡ് നോക്കണം, അതൊക്കെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഫോണാണെങ്കിൽ വെള്ളത്തിൽ കോന്ന് നിൽക്കുക. എന്തായാലും പനി പിടിക്കുന്നതിന് മുമ്പ് തലയൊക്കെ തോർത്തി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ പെരുമ്പാവൂരിലോട്ടാണ്. ആര്യങ്ക വന്ന് പെരുമ്പാവൂരിലോട്ടാണ് ഇനി നമ്മുടെ യാത്ര. അങ്ങനെ നമ്മുടെ തടിവണ്ടിയിൽ പെരുമ്പാവൂരിലോട്ട് യാത്ര തുടങ്ങി. തടിവണ്ടികൾക്ക് ഒരുപാട് എപ്പോഴും പേര് കേട്ടിട്ടുള്ളത് SC വണ്ടിയാണ്, ടാറ്റ SC. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് ഉണ്ട്, ഒരുപാട് തടിവണ്ടികൾ ഓടുന്നുണ്ട്. അപ്പൊ അണ്ണ എന്തുകൊണ്ട് ലൈലാൻഡ് എടുത്തു തടിവണ്ടിക്കായിട്ട്? SC അവരുടെ പ്രൊഡക്ഷൻ നിർത്തി. BS6 മോഡൽ ആയപ്പോഴത്തേക്ക് BS4 ആയപ്പോഴത്തേക്ക് അവര് നിർത്തി. SC നിർത്തി. SC നിർത്തി. പിന്നെ SC അങ്ങോട്ട് ഇറങ്ങിയില്ല. SCയുടെ പ്ലാറ്റ്ഫോം ഇപ്പൊ 14 അടിയാണ് ഈ ബെർത്തുള്ള വണ്ടിക്ക്. അല്ലാത്ത വണ്ടിക്ക് പിന്നെ 15 അടി ആണ് ബെർത്ത് ഇല്ലാത്ത വണ്ടിക്ക്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വണ്ടിക്കൊക്കെ പറഞ്ഞ് 17.4, 17.5, 17 അടി നീളം വന്നു. അങ്ങനെ നീളം വന്ന കൂട്ടത്തില് എല്ലാവർക്കും ലോഡ് കയറുന്ന വണ്ടികളായി. അങ്ങനെ SC വണ്ടികൾ ഇവിടെ ആർക്കും ലോഡിങ്ങുകാർക്ക് ആർക്കും വേണ്ടാതായി. അങ്ങനെയാണ് ഇങ്ങോട്ടുള്ള ഭാഗത്ത് SC വണ്ടികളുടെ ഒക്കെ ഓട്ടം നിന്നോട്ട്. എന്നാൽ വടക്കൻ മേഖലകളിലൊക്കെ SC വണ്ടികളാണ് കൂടുതലും ഓടുന്നത്. പുതിയ ബോഡി കോഡ് നിയമങ്ങളൊക്കെ വെച്ച് പിന്നെ ഡോറുള്ള വണ്ടികൾ വേണം. ഒരുപാട് നിയമങ്ങൾ BS6 അങ്ങനത്തുള്ള ഇതാക്കി പിന്നെ വണ്ടിക്കകത്ത് 6 അടി ഹൈറ്റ് വേണം. ഇങ്ങനത്തുള്ള ഒത്തിരി നിയമങ്ങൾ ഇതിന്റെ ബോഡി കോഡിനകത്തുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ SC വണ്ടികൾ ഇറങ്ങുന്നില്ല. അങ്ങനെ പിന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈലാൻഡാണ്. ഇപ്പോഴത്തെ ലൈലാൻഡാണ് ഇച്ചിരി കൂടെ മെച്ചം നിൽക്കുന്നത്. പിന്നെ ടാറ്റ വണ്ടി ഉണ്ട്. ടാറ്റയുടെ ഇപ്പൊ ഈ ബോഡി കോഡ് വന്നപ്പോഴത്തേക്ക് ടാറ്റ ഇറങ്ങിയത് അത്ര ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തുള്ള വണ്ടികളാണ്. അതിനകത്ത് ലൈലാൻഡാണ് ഇച്ചിരി കൂടെ മേച്ച് നിൽക്കുന്നത്, വലിക്കാനും വലുവിനും നിലവില്. പിന്നെ ടാറ്റയും ഓരോരോ മോഡലും ഓരോ ടെക്നോളജിയും ഒക്കെ മാറ്റി മാറ്റി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന സിഗ്ന മൈലേജില് സൂപ്പറാണ്. നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും അപകടകരമായ സ്ഥലമാണ് ഈ ഒരു ചുരം പോലെയാണ്. അപ്പൊ അണ്ണ എങ്ങനെയാണ് ഇത്? ഞാൻ ഇത് ഗിയർ ഡൗൺ ചെയ്ത് ബ്രേക്കിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങുന്നത് വളരെ സ്ലോയിൽ ഇറങ്ങാല്ലേ? എത്രാമത്തെ ഗിയറിലാണ് ഇറങ്ങുന്നത്? ഇപ്പൊ പിന്നെ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഇറങ്ങുന്നത്. വളരെ പതുക്കെ. ഈ വളവ് വലിയ കുഴപ്പമില്ല. പക്ഷെ താഴത്തെ നമ്മള് രാവിലെ ബ്ലോക്ക് ആയ വളവ് അതാണ് ഇച്ചിരി കൂടെ അതാണ് മിസ്സത്. ഡേഞ്ചറായിട്ടുള്ള വളവ്. കോടയൊക്കെ വന്നു തുടങ്ങി. ഇവിടെ എപ്പോഴും കോട വരുന്ന സ്ഥലം. വണ്ടികൾ കൂടുതലും എല്ലാം മാക്സിമം ഇങ്ങേറ്റം വഴിയാണ് പോണത്. നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മളെ വണ്ടി ഇവിടുന്നൊക്കെ താഴെ ഈ കൈവരി ഇടിച്ചോണ്ട് വണ്ടികൾ താഴെ പോയിട്ടു. പിന്നെ പരമാവധി നമ്മൾ നോക്കണം. ഇപ്പോഴും പിന്നെ ന്യൂട്രടിച്ച് വന്നിട്ട് മൈലേജ് പിടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. അത് ന്യൂട്രടിച്ച് വന്നിട്ട് 4 ചവിട്ട് വിട്ട് എയർ ഇറങ്ങിപ്പോകും. ഇടക്കത്തെ ഗിയറിൽ തന്നെ ഇറങ്ങി വരണം. കയറി പോകുന്ന ഗിയറിൽ തന്നെ ഇറങ്ങി വരണം. അങ്ങനെ നിയമം ഡ്രൈവറുടെ നിയമം. ഇത് കറക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലോഡ് വണ്ടിക്കാർ മാത്രമേ അങ്ങനെ കറക്റ്റ് വരുന്നുള്ളൂ. മൈലേജ് പിടിക്കുന്ന ചില ഡ്രൈവർമാരുണ്ട്. അവര് ന്യൂട്രടിച്ച് 4 ചവിട്ട് വിട്ട് എയർ പോകുന്നത് ചവിട്ടിയാൽ കിട്ടുന്നു. നമ്മൾ ഒരു സൈഡിൽ പിടിക്കുന്ന ലാഭം മറു സൈഡ് നഷ്ടമാവാതിരുന്നാൽ മതി. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഈ ഒരു ഇറക്കം? 2 കിലോമീറ്റർ വരുമോ? ഏകദേശം 2 കിലോമീറ്റർ അടുപ്പിച്ച് വരും. നമുക്ക് വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണോ? ഈ നമ്മളിപ്പോ ഇവിടുന്ന് എടുത്തേലേ ഉള്ളൂ. അതെ. തമ്മല ഡാമിന്റെ അവിടുന്ന് കൊല്ലം പോകുന്ന റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടത്ത് ഭാഗത്ത് കല്ലടയാറാണ്. അതിന്റെ അപ്പുറത്ത് RPLന്റെ തോട്ടമാണ്, ശ്രീകാവ് പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞത്. RPL തോട്ടം എന്ന് വെച്ചാൽ ശ്രീലങ്കയിലെ അഭയാർത്ഥി തൊഴിലാളികളെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന്
ഈ ഭാഗത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. താമസിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് പണിയായിട്ട് ഈ റബ്ബർ മരങ്ങൾ വെച്ച് കൊടുത്തു. തൊഴിലായിട്ട് അവിടെ അവർക്ക് കൊടുത്തു. ഇപ്പോഴും ഉണ്ടോ അവര്? ഇപ്പോഴും ഉണ്ട്. അവര് അടുത്ത ശ്രീലങ്കയിലെ തമിഴ് വംശകര്. ഓക്കെ. അതെല്ലാം കാണുന്ന എല്ലാം ആർപ്പികളിലെ റബ്ബറാണ്. ആർപ്പികളിലെ തോട്ടങ്ങളാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളാണ്. പുനലൂര് കഴിഞ്ഞാല്, പുനലൂര് പത്തനാപുരം ഇതെല്ലാം കഴിഞ്ഞാല് കിഴക്കൻ ഭാഗത്തോട്ട് നിൽക്കുന്ന എല്ലാം മല പ്രദേശങ്ങളാണ്. അതില് തെന്മല, ആര്യങ്കാവ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്. അപ്പുറത്തെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ പത്തനാപുരത്തിന്റെ ഒരു സൈഡ് അതിലേക്കൂടെ പോയ അച്ചൻകോവില് വഴി തെങ്കാശിയിലേക്ക് പോവാം. അതും മല ഭാഗമാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തെ ഇതില് അത് ശബരിമല വനത്തോട് ചേർന്ന് കിടക്കുന്ന മലയുടെ ഭാഗമാണ്. അതിങ്ങനെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുളത്തൂപ്പുഴ, അത് ചോഴിയക്കോട്, ഇങ്ങനെ ആ വനത്തോട് ചേർന്ന് ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് കൊല്ലം ജില്ലയുടെ അതിർത്തി ഭാഗങ്ങൾ. അതെല്ലാം തമിഴ്നാട് കേരള അതിർത്തി ഭാഗങ്ങളിൽ കൊല്ലം പങ്കിടുന്ന ഭാഗങ്ങളാണ്. എല്ലാം വനത്തോട് ഇതിന്റെ കിഴക്കൻ മേഖലകൾ മൊത്തവും വനമാണ്. അത് തമിഴ്നാട് അതിർത്തിയോട്. അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിയിടത്ത് കഴിഞ്ഞാൽ നമ്മള് തിരിച്ചെത്തിയേക്കാണ് പുനലൂര്. അരിങ്കാവുന്ന പുനലൂര് വഴുന്ന വഴിക്ക് നമ്മള് ഉറുകുന്ന് ഉത്സവം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. റോഡ് ബ്ലോക്ക് ആയിപ്പോയി. 6 മണിക്ക് നമ്മൾ അവിടെ എത്തിയതാ. ഏകദേശം 2-3 മണിക്കൂറോളം നമ്മള് ആ ബ്ലോക്കിൽപ്പെട്ട് അവിടെ കിടന്നുപോയല്ലേ. സമയം രാവിലെ ഏകദേശം 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പെരുമ്പാവൂരിൽ എത്തും മുമ്പ് ചെറുവട്ടൂർ എന്ന ഭാഗത്തോട്ട് തിരിഞ്ഞ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ റോഡിൽ ഒരു മരം ഒടിഞ്ഞ് മറിഞ്ഞ റോഡിലോട്ട് വീണ് ഒരുപാട് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് രാവിലെ തന്നെ അത് വെട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ 6 മണിക്ക് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ KCBയുടെ ടീമുണ്ടായിരുന്നു, ഫയർഫോഴ്സിൻ്റെ ടീമുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ മുള റോട്ടിലോട്ട് മറിഞ്ഞു വീണ മുള ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുളയിലാണെങ്കിൽ ഒരുപാട് മുള്ളു ചെടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ടീമിന്, ഫയർഫോഴ്സ് ടീമിന് ഈ അറുത്ത് മാറ്റാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പരിക്കുകളൊക്കെ ഒരുപാട് ഇതിൻ്റെ ഇടയ്ക്ക് ഫയർഫോഴ്സ് ടീമിന് പറ്റിയിട്ടുണ്ടാക്കുക. അതൊക്കെ തരണം ചെയ്ത് അവർ ഒരുപാട് മാക്സിമം പറ്റുന്നത് പോലെ നല്ല രീതിക്ക് അവർ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. 2 മണിക്കൂറായി. ഇങ്ങനെയൊക്കെയാണ് ഓരോ ഡ്രൈവർമാരെ ജീവിതം. ഇന്നലെ ഉറുകുന്നില്ല, അത്രയും മണിക്കൂർ അങ്ങ് പോയി. ഇതായപ്പോഴത്തേക്ക് ഇവിടെ രാവിലെ 6 മണിയായി വന്നതാണ്. ഇവിടെയും ഏകദേശം 8 മണിയാവുന്നു. രണ്ടുപേര് ഈ ഏകദേശം റോഡ് ഒത്തിപ്പോലെ വൃത്തിയായപ്പോഴത്തേക്കും ഒരു ബൈക്ക് പോകുന്ന രീതി ആയപ്പോഴത്തേക്കും 2 ചൂലൊപ്പിച്ചുകൊണ്ട് വന്ന് 2 ചേട്ടന്മാർ അവിടെ വൃത്തിയായി. കാരണം ഈ മുള്ളു ചെടിയാണ്, ടയറ് പഞ്ചറാവുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവര് ഇത് ചെയ്ത് തീരാവുന്നതിന് മുമ്പ് തന്നെ അവരതും റോഡും വൃത്തിയാക്കി തുടങ്ങി. ഇത് നാട്ടുകാരാണ് ചെയ്തത്. നമ്മൾ മാത്രമല്ല, ഈ ഒരു ഏരിയയിൽ ബാക്കിലോട്ട് ഒരു 19 വണ്ടികളെങ്കിലും ഉണ്ട്. ആ സൈഡിലോട്ട് ഒരുപാട് കണക്ക് വണ്ടികളുണ്ട്. അപ്പൊ മൊത്തം തിരിക്കാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ട്, തിരിക്കാൻ മാർഗം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു വേറെ റൂട്ടിൽ കൂടെ പോകാം. അപ്പോ രാവിലത്തെ അവസ്ഥ ഇതാണ്. ബ്ലോക്കൊക്കെ മാറ്റി ഫയർഫോഴ്സും പോയി കേട്ടാ. ഫയർഫോഴ്സിന്റെ വണ്ടിയൊക്കെ മാറി ഇവിടെയാണ് കിടന്നത്. പള്ളിന്ന് വടക്കാലി റൂട്ടിൽ ഇപ്പം വന്ന് എത്തിയിരിക്കുന്നത് പെരുമ്പാവൂർ കോതമംഗലം വഴി മൂന്നാർ പോകുന്ന റൂട്ടിൽ വന്നിരിക്കും. ഇവിടെ ഇതിന്റെ റബ്ബർ തടി പീലിങ് മാത്രമേ ഉള്ളൂ. ഇത് പീല് ചെയ്ത് പ്ലൈവുഡ് ആക്കി വേറെ കമ്പനിക്ക് കൊടുക്കും. പ്ലൈവുഡ് ആക്കിയല്ല, ഈ പീല് ചെയ്ത സാധനം അവർ കൊടുക്കും. അത് വേറെ കമ്പനിക്കാണ് കൊടുക്കുന്നത്. അവര് ഒരു ഷീറ്റ് മാറ്റിയിട്ട് വേസ്റ്റ് ആണോ ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്നത്?
നമുക്ക് അൺലോഡ് ചെയ്യാൻ ഏകദേശം അരമണിക്കൂറോളം മതി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അൺലോഡിങ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. കഴിഞ്ഞു. ഏകദേശം പാതി മുക്കാലോളം ലോഡ് നമ്മളങ്ങനെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പാടൊന്നും വേണ്ടി വന്നില്ല. ഇത് കണക്ക് 2-3 ചവിട്ടി കഴിഞ്ഞാൽ താനെ അത് ഇറങ്ങി വീണോളും. അപ്പോൾ അൺലോഡ് ചെയ്യുന്ന അവർക്ക് ഒരു എളുപ്പമാണ് അത്. ലാസ്റ്റ് അതോടെ നമ്മുടെ തടിവണ്ടിയിലെ യാത്രയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ലോഡിറക്കി നമ്മൾ ഈ ഒരു കമ്പനി നമ്മൾ തിരിച്ചിറങ്ങിയാണ്. പ്ലാറ്റ്ഫോമിൽ ഒരുപാട് തടിപ്പൊടികൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വൃത്തിയാക്കാതെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ബാക്കിൽ നിന്നോട് പുറത്തൊക്കെ ഒരുപാട് പൊടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ സന്തോഷമായി വൃത്തിയായിട്ട് അത് പൂത്തെടുക്കുന്നുണ്ട്. പൊടിയെല്ലാം കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇവിടുത്തെ യാത്ര തുടങ്ങത്തുള്ളൂ. ഇതൊക്കെയാണ് ഡ്രൈവർമാരുടെ ഒരു ജീവിതം. അതെ, എല്ലാവർക്കും ഒരു ഇത് തോന്നും, പട്ടത്തിൽ പിടിക്കുന്ന നീളത്തിൽ പോകുന്ന ഒരു അതെ, അങ്ങനെയൊക്കെയാണ് ചിന്താഗതി. ഓരോ കഷ്ടപ്പാടുകളുണ്ട്. ഇന്നലെ പകലും മൊത്തം വെയിലുമുണ്ട്, ചൂടുമുണ്ട്. ഓരോ കൂടാക്കം നിന്ന് നമ്മൾ ഉറക്കമൊഴിച്ച് ഇന്ന് ഇവിടെ എത്തി. വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടിട്ട് അതെ, എത്ര റിസ്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓടി ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതെ, ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ കഷ്ടപ്പെടുകയാണ്. അതെ, ഞാൻ മാത്രമല്ല എല്ലാ ഡ്രൈവറും എല്ലാ ജോലിക്കും. ഇപ്പൊ തടിവണ്ടി മാത്രമല്ല, ഓരോ ലോറിയുടെ ഓരോ ഡ്രൈവർമാരും ഓരോ രീതിയിലുള്ള ഓരോ കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ തടിവണ്ടിയിലെ വീഡിയോ 2ാം ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തടിലോറിയിലെ ജീവിതം. ഡ്രൈവറുടെയും പിന്നെ ലോഡിങ്ങുകാരുടെയൊക്കെ ജീവിതം ഇതൊക്കെയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അത് കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ കാണാം. സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് മുന്നോട്ടുള്ള യാത്രകളിൽ. കാരണം നമുക്ക് ടീമൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറ്റുന്ന പോലെ എല്ലാ വീഡിയോകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വണ്ടിയിൽ പുതിയ സുഹൃത്തുക്കളുമായിട്ട് പുതിയ യാത്രകളിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. കാണാം, ഉറപ്പായിട്ട് കാണാം. ഇനിയും വരും. എന്തെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാനും വിളിക്കുക ഇടയ്ക്ക്. സന്തോഷമായി.